അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നെഹ്സുകളെ സംബന്ധിച്ചാണ്. നെഹ്സുകൾ എന്ന് പറയുമ്പോൾ അത് എല്ലാ മാസത്തിലെയും നെഹ്സുകൾ പറയണമെങ്കിൽ ഒരുപാട് വിസ്തീർണത വേണം, സമയ വിസ്തീർണത വേണം. അപ്പോൾ ഇവിടെ നമുക്ക് മുഹറത്തെ സംബന്ധിച്ച് ആദ്യം പറയാം. ഏതായാലും മുഹറം ആദ്യ വർഷം തന്നെയല്ലേ, മാസങ്ങളിൽ ആദ്യ വർഷം. എന്താണ് നെഹ്സിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നറിയോ? ഒരാൾ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് 7 പ്രാവശ്യം ചൊല്ലി ഭൗതികവും പാരത്രികവുമായ എല്ലാ വിഷയങ്ങൾക്കും ഇറങ്ങിയാൽ അവനക്ക് അതിലൊന്നും ഒരു തടസ്സങ്ങളും നേരിടപ്പെടുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലെങ്കിലും സുബഹി നിസ്കരിച്ച ഒരാൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയും. എന്നാലും സുബഹി നിസ്കരിച്ചു പോകുന്ന ആളുകളിൽ തന്നെ എല്ലാം ചെയ്യുന്ന ആളുകളിലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല മുഹറം മാസം 10 കഴിഞ്ഞാൽ പിന്നെ എന്തുമാവാം എന്നുള്ളൊരു രീതിയിലാണ് ചില ആളുകളുടെ സംസാരം, ചില ആളുകളുടെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാറ്. അതൊരു പറച്ചിൽ മാത്രമാണ്. മുഹറത്തിൽ ഏറ്റവും വലിയ നെഹ്സ് 12-നും 13-നുമാണ്. ആ ദിവസം പ്രത്യേകം നമ്മൾ പരിഗണിച്ച് ഒഴിവാക്കേണ്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുഹറം 12-ഉം 13-ഉം വളരെ നെഹ്സുള്ള ദിവസങ്ങളാണ്, അതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ 12-നും 13-നും ഒരുപാട് പരിപാടികളിലൊക്കെ നമ്മൾ സംബന്ധിക്കാറുണ്ട്. അവിടെ ഒന്നും സംഭവിച്ച് കാണാറില്ലല്ലോ എന്ന് നമ്മൾ പറയാറുമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് ചൊല്ലിക്കൊണ്ട് ഒരാൾ ഒരു പരിപാടി എന്ത് പ്രശ്നങ്ങൾക്ക് ഇറങ്ങിയാലും അവന് അതിന് തടസ്സം വരില്ല എന്ന്. മാത്രമല്ല ശരിക്കും പറഞ്ഞത് അങ്ങനെയല്ല ആ രൂപം. ഒരാൾ അവൻ്റെ ളുഹാ നിസ്കാരം നിസ്കരിച്ചിട്ട് ഇത് ചൊല്ലിക്കൊണ്ടുപോയാൽ അതിനൊന്നും കൂടി ശക്തി കൂടി എന്നാണ് ഉലമാക്കൾ കൂട്ടിച്ചേർത്തത്. ളുഹാ നിസ്കാരം കഴിഞ്ഞ് അവന് ഈ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് 7 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അവൻ്റെ വഴിക്ക് പോവുക. എന്ത് പ്രവർത്തനങ്ങൾക്കാണ് ഇറങ്ങുന്നതെന്ന്. എന്നാൽ ഭൗതികവും പാരത്രികവുമായ ഒരു തടസ്സങ്ങളും ഉണ്ടാവുകയില്ല എന്ന് വെച്ചാൽ അവൻ അതിലങ്ങോട്ട് അന്ന് മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നിമിഷം അതിനുശേഷം മരിക്കുകയാണെങ്കിൽ അവനക്ക് ഈമാൻ കിട്ടി അവൻ മരിക്കുകയുള്ളൂ. ഈമാനിന് തടസ്സം വരുന്ന ഒരു വിഷയങ്ങളും അവനക്കുണ്ടാവുകയില്ല. ഭൗതികമായ കാര്യത്തിൽ അവൻ തേടിപ്പോകുന്ന വിഷയങ്ങൾ അവനക്ക് വളരെ ഉഷാറായിട്ട് നടക്കുക തന്നെ ചെയ്യും. എന്നാൽ ചിലത് നടക്കാതെ വരും. അതിന് പ്രയാസങ്ങളില്ലാത്ത അവസ്ഥ അവനിലേക്ക് സംജാതമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നെഹ്സ് ദിവസങ്ങളിൽ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ എന്തെല്ലാം പരിപാടികൾ കഴിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണത്? പിന്നെ എന്താ ഇങ്ങനെ ഇത് എന്നുള്ളൊരു ചോദ്യം നമ്മളിൽ ഉടലെടുത്തേക്കാം. ചില ആളുകൾ തനി നെഹ്സിൻ്റെ ദിവസം തന്നെ അവരുടെ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുറ്റിയടിക്കലായിരിക്കാം, അവരുടെ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം, അവർക്കൊന്നും ഒരു സംഭവങ്ങളുമില്ല, സുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണത് എന്ന് ചില ആളുകൾ സ്വല്പം ചിന്തിച്ചേക്കാം. അതിനെ സംബന്ധിച്ച് ഒരു 2 വാക്ക് ഞാൻ പറയാം. എന്തെന്ന് വെച്ചാൽ ആദ്യം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗതിയിലേക്ക് നിങ്ങൾ സംബന്ധിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ പരിപാടി കഴിക്കുന്ന ആളുകളെ, ഈ പരിപാടി നടത്തുന്ന ആളുകളെ, പല ആളുകളെയും ക്ഷണിക്കും. അതിൽ ഒരു പക്ഷേ വരുന്നവരിൽ ഇതുപോലത്തെ ആളുകളുണ്ടാകും. ഇതൊക്കെ ചൊല്ലിയിട്ട് ളുഹായൊക്കെ നിസ്കരിച്ച് ആ പരിപാടിക്ക് ചെല്ലുന്ന ആളുകൾ അതിൽ സംബന്ധിക്കുന്നുണ്ടാകും. അപ്പോൾ അവരുടെ രക്ഷയാണ് മറ്റവനിക്കും രക്ഷയാവുക. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ വരുന്ന ഷെറുകളെ അള്ളാഹു തടുത്ത് നിർത്തും. മലക്കുകൾ അതിനെ വേർതിരിക്കും. അതുകൊണ്ട് ആ പരിപാടി നടത്തുന്ന ആളുകൾക്കും അതിൻ്റെ രക്ഷ കിട്ടി. ഇപ്പം എങ്ങനെയുണ്ട്? അതാണ് നമ്മൾ ഒരു കുറ്റൂസ കഴിക്കുമ്പോൾ ചില ആളുകൾ പാവപ്പെട്ടവരെ ക്ഷണിക്കുകയില്ല. അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പിന്നെ ഏകദേശം കുറേക്കാൻ ക്ഷണിക്കും. എന്നാലും ചില പ്രത്യേക പരിപാടികൾ കഴിക്കുമ്പോൾ അത് കുറച്ച് ധനാഢ്യന്മാരെ മാത്രം വിളിക്കും. അതുപോലെ തന്നെ പള്ളിക്കല ഉസ്താദിനെ പോയി വിളിക്കും. അത് മതി എന്ന് മാത്രം അങ്ങോട്ട് തീരുമാനിക്കും. പള്ളിക്കല ഉസ്താദ് ഒക്കെ ഉഷാറായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ഷണിക്കും, അദ്ദേഹത്തെ പോയി ക്ഷണിക്കും. അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളെയും മറ്റും ക്ഷണിക്കും. അതേപോലെ പാവപ്പെട്ട ഗതിയില്ലാത്ത ഉസ്താദുമാരോ മറ്റാരെങ്കിലും ഒക്കെ നമ്മുടെ നാടുകളിലൂടെ നടന്നു പോകുന്നുണ്ടാവും. അവർക്ക് പഴയ വസ്ത്രമാണ്, കാണാനൊരു ഭംഗിയൊന്നുമില്ല, അവരത്ര ഉഷാറൊന്നുമല്ല, അവരെ ക്ഷണിക്കാൻ നമ്മുടെ ഇമേജസിന് സ്റ്റാറ്റസിന് യോജിച്ചതല്ല എന്നൊക്കെ കരുതിക്കൊണ്ട് അവരെ ക്ഷണിക്കുകയില്ല.
സത്യത്തിൽ അവരിലായി ഉണ്ടായിരിക്കാം ബർക്കത്ത്. അവർ ചിലപ്പോൾ നിഷ്കളങ്കമായിട്ട് വന്ന് പടച്ചോനെ അൽഹംദുലില്ലാ എനിക്ക് ഈ വീട്ടിലൊന്ന് കയറാൻ പറ്റിയല്ലോ, എനിക്ക് ഏതായാലും ഇങ്ങനത്തെ ഒരു വീടൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു വീട്ടിൽ കയറാൻ നീ ഭാഗ്യം തന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ നീ ഭാഗ്യം തന്നല്ലോ, നീ എന്നെ പരിഗണിച്ചല്ലോ അൽഹംദുലില്ലാ എന്ന് അയാൾ പറയുമ്പോൾ അതിനോളം വരില്ല മറ്റുള്ളവരുടെ വിഷയങ്ങളൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നിങ്ങൾ നല്ലവരെന്ന് നിങ്ങൾ കരുതി വിളിക്കുന്നവരെ മാത്രം പോരാ, സാധാരണ നമ്മൾ കാണുന്നവരിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന നല്ലവരാണ് അവർ, പക്ഷേ എൻ്റെതിലേക്ക് പറ്റൂല, എൻ്റെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റൂല, നല്ല കസാലയിൽ ഇരുത്താൻ പറ്റൂല എന്നൊക്കെ ചിന്തിച്ചിട്ട് വിളിക്കാതിരിക്കരുത് എന്ന് അവരെയും കൂട്ടി ക്ഷണിക്കണം. അങ്ങനെ പരിഗണിച്ച് നടത്തുന്ന പരിപാടികൾക്ക് യാതൊരു തടസ്സവും നേരിടില്ല. കാരണം അവൻ്റെ പ്രവർത്തനം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പരിഗണിച്ചുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ഹിക്മത്തുകളെ അവൻ ബഹുമാനിച്ചുകൊണ്ടാണ്, വന്ദിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികൾക്ക് പ്രശ്നങ്ങളൊന്നും നേരിടാത്ത അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ട്, പുതിയ വാഹനങ്ങൾ ഒരു പുതിയ വാഹന നിരത്തിൽ ഇറങ്ങുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് സംബന്ധിക്കുന്നവരിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരാളുകളും ഇല്ലാതെ അഹങ്കരിച്ചുകൊണ്ട് പുറപ്പെട്ടിട്ട് ഒരബദ്ധത്തിൽ കുടുങ്ങിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ടൈറ്റാനിക് എന്ന് പറയുന്നൊരു കപ്പൽ, ആ കപ്പൽ ഒരു കേടും വരില്ല എന്ന് പറഞ്ഞിട്ട് കടലിൽ ഇറക്കിയതായിരുന്നു. എന്നിട്ടോ എന്തുണ്ടായി? അത് ഒരു മഞ്ഞുമലയിലിടിച്ച് അത് നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ആ ദിവസം തന്നെ, ഇറക്കിയ ദിവസം തന്നെ. അപ്പോൾ എന്താ കാരണം? അതിലുള്ളവർ മുഴുവനും കൂത്താട്ടക്കാരും കള്ളുകുടിയന്മാരും പിന്നെ എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന ആളുകളായിരുന്നു അതിലുണ്ടായിരുന്നവർ മുഴുവനും. അപ്പോൾ ദൈവത്തെ ഭക്തിയോടുകൂടി സമീപിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വീടും എല്ലാ വിഷയങ്ങളും. അവിടെയൊക്കെ ഭക്തിയുള്ളവരുണ്ടാകുമ്പോൾ അള്ളാഹുവിന് അത് വലിയ ഇഷ്ടമാണ്. ഭക്തരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ചിലപ്പോൾ കാഫിറായൊരു മനുഷ്യനായിരിക്കാം, ഭക്തി കൂടിയവനായിരിക്കാം, നല്ല നിലയിൽ മനുഷ്യരോട് പെരുമാറുകയും മനുഷ്യർക്കൊക്കെ ധർമ്മം കൊടുക്കുകയും ദൈവത്തിനെ ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവനിക്കെന്താണ് അവൻ്റെ വിധി? അവനും ഭക്തനാണ്, അവനിക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. പിന്നെ അവൻ്റെ പ്രവർത്തനങ്ങളെ അള്ളാഹു താല ഉയർത്തപ്പെടുകയില്ല. കാരണം അവൻ്റെ വിശ്വാസം തെറ്റാണ്. അതുകൊണ്ട് ആ തെറ്റായ വിശ്വാസം ശരിയാകുന്നത് വരെ അവനെ അള്ളാഹു താല കാത്തു നിർത്തും, ഉയർത്തപ്പെടുകയില്ല. പിന്നെ അവൻ ആ വിശ്വാസം ശരിയാക്കാത്തതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുകയും പരലോകത്ത് അവൻ പരിഗണിക്കാതെ പോവുകയും ചെയ്യും. പിന്നെ ബാക്കിയൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. എങ്ങനെയാണ് അവനെ പരിഗണിക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ല, അള്ളാഹുവിനെ അറിയുള്ളൂ. ഏതായാലും അവൻ ഇനി ആ മുസ്ലിമായൊരു മനുഷ്യൻ തന്നെ തെമ്മാടിയായ ഒരു മനുഷ്യനാണ്. അയാൾ നെഹ്സ് ദിവസം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൊരു സൂക്ഷ്മതയില്ലാത്തവനാണ്. പക്ഷേ അവനെയും അള്ളാഹു താല ഒരു പക്ഷേ കാത്തിരക്ഷിക്കും. എന്നാൽ ഈ നെഹ്സ് എന്ന് പറയുന്ന വിഷയം പറഞ്ഞത് എന്തിനാണ്? പുതിയ ഒരു സംഗതി ചെയ്യുന്നതിനാണ് കേട്ടോ. പുതിയ ഒരു സംഗതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അതാ ഞാൻ പറഞ്ഞത്, കല്യാണം, കുറ്റൂസ, അതുപോലെ കുറ്റിയടിക്കൽ, വീട് ഉണ്ടാക്കാൻ തുടങ്ങൽ, അതുപോലെ എന്തെങ്കിലും ഒരു പുതിയ പരിപാടികൾ എന്നല്ലാതെ പിന്നെ വേറെയുള്ള മറ്റുള്ള വിഷയങ്ങളൊക്കെ സാധാരണ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ അതിൽ നെഹ്സ് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നെഹ്സ് നോക്കുന്നത് എന്നറിയോ? നെഹ്സ് നോക്കുന്നത് നമുക്കൊന്നൊരു പുതിയ പരിപാടിയൊന്നുമില്ല ചെയ്യാൻ. മുഹറം 12-നും 13-നും നമുക്കൊരു പരിപാടിയും ചെയ്യാൻ പുതിയതൊന്നുമില്ല. പക്ഷെ പിന്നെന്തിനാണ് നമ്മൾ നെഹ്സ് നോക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. പോരാ, നോക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു പരിപാടി നടത്തുന്നവരുടെ പരിപാടിയിൽ സംബന്ധിക്കാൻ പോകും. അപ്പോൾ അവിടെ ഈ പറയപ്പെട്ട നല്ല ആളുകളൊന്നും സംബന്ധിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും വിപത്തുണ്ടാകുമ്പോൾ വിപത്ത് നമ്മുടെ മേത്തേക്ക് വരും. അത് വരാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിലും എല്ലാ മനുഷ്യർക്കും, ഇനി ഞാനൊരു കാര്യം പറയാം, എല്ലാ മനുഷ്യർക്കും എന്നും നെഹ്സുണ്ട്, തടസ്സങ്ങളുണ്ട്. അതിനെ നീക്കിക്കളയുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളാണ് ഈ നേരത്തെ മേൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചൊല്ലാൻ പറഞ്ഞതും അതുപോലെ ളുഹാ നിസ്കാരം ചെയ്യാൻ പറഞ്ഞതുമൊക്കെ. അതൊക്കെ ആ പ്രവർത്തനങ്ങളെ തട്ടി നീക്കി കളയപ്പെടുന്നതാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ പോകുന്നവർക്ക് സുരക്ഷതയിൽ എത്താം. സൂക്ഷ്മതയുള്ളവർക്കേ സുരക്ഷതയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയും അതോടൊപ്പം ഇനി നമുക്ക് നെഹ്സുകളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എല്ലാ മാസത്തിലും നെഹ്സുകളുണ്ട്. ആ മാസത്തിലെ നെഹ്സുകളൊക്കെ നമുക്ക് എടുത്ത് പറയാം. അതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ അത് ചെയ്യാമെന്നുള്ള പ്രത്യേക വാഗ്ദാനത്തോടു കൂടി ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. മാത്രമല്ല മുഹറത്തിൽ ഏത് ദിവസങ്ങളൊക്കെ നെഹ്സുള്ളതെന്ന് നിങ്ങൾക്കറിയണ്ടേ. എല്ലാ മാസത്തിലും 3, 5 ദിവസങ്ങളൊക്കെ നെഹ്സാണ്. പിന്നെ അതുപോലെ മുഹറത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ മുഹറം 13 നെഹ്സാണ്, 12 നെഹ്സാണ്. മുഹറം 16-നും 21-നും 24-നും 25-നും 28-നും നെഹ്സുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ വളരെയധികം നല്ല ദിവസമാണ് 26, 27 ഒക്കെ. ഈ മാസങ്ങളിൽ, അറബ് മാസങ്ങളിൽ 26, 27, 29, 30 ഒക്കെ വളരെ നല്ല ദിവസങ്ങളാണ്. തിരഞ്ഞെടുക്കാൻ പറ്റിയ ദിവസങ്ങൾ. നേസം നോക്കണ്ട, ഒന്നും നോക്കണ്ട, അങ്ങനെ തിരഞ്ഞെടുക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നന്മയെ കണ്ടെത്താൻ ഉള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.